ഉച്ചയ്ക്ക് ചോറിനാ നോക്കിയിട്ട് ഭയങ്കര ബ്ലോക്കാർന്ന് കിട്ടിയില്ല. ഹോട്ടലൊന്നും കാണാൻ കുറവാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ നൂഡിൽസും മുട്ടയും മിക്സ് ചെയ്തു. പോകാൻ വഴിക്ക് ഞങ്ങളൊരു ബിരിയാണി കട കണ്ടു. അപ്പോൾ ബിരിയാണി കട കയറി ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയുടെ സൈഡിൽ ഒതുക്കിയിട്ട് ഇറങ്ങി. നമ്മളത് കട കാണിച്ചു തരാം. കട കണ്ടോ, അതെ അവിടെ കടയാണ്. അപ്പോൾ അവിടെ പോയി ബിരിയാണി കഴിക്കാം. പോകാൻ വഴിക്കൊക്കെ ഭയങ്കര തിരക്കാർന്ന്, ഹോട്ടൽ കാര്യങ്ങളൊന്നും കണ്ടില്ല. നമുക്ക് അവിടെ പോയി ബിരിയാണി കഴിക്കാം. അപ്പോൾ എല്ലാവരും ക്യൂവിൽ നിന്ന് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് കൈ കൊണ്ട് മേടിച്ച് കഴിക്കാറ്. ഇവിടെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ, ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കുട്ടും ബ്ലോക്കാണ്. അങ്ങ് വട്ടവടയിൽ നിന്ന് തൊട്ട് ഇവിടെ വരെ ബ്ലോക്കോട് ബ്ലോക്ക്. ആ ഹിമാലയുള്ള ഫ്രണ്ട്സാട്ടോ. ബിരിയാണി നിങ്ങൾ കുണ്ടള ഡാമിൻ്റെ പറയാം. അത് തന്നെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നാണ്. ഇവർ ബിരിയാണി കഴിച്ചിരിക്കുകയാണ്. പിടിക്കൂട്ടോ. സ്ഥലം സ്പോട്ട് എവിടെയാണ്? എക്കോ പോയിന്റ് മേൽവശം. ഓക്കെ, ഇപ്പോൾ എക്കോ പോയിന്റ് മേൽവശമാണ്. ഇത് നമ്മുടെ കിടിലും ബിരിയാണി ഇടുന്നത്. ഇതെല്ലാം റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം കേട്ടോ. പിന്നെ ബൊഫേ പോലെ കേട്ടോ ബിരിയാണി എല്ലാവരും കഴിക്കാൻ പോകുന്നത്. എല്ലാവരും ഞങ്ങൾ പൊറോട്ട് കൊടുത്തു. ഞാൻ പുറകെ പോയി കാരണം ആദ്യം ബിരിയാണി എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. ഫസ്റ്റ് ബിരിയാണി കഴിക്കണം അരിക്കാണ് ഞാൻ പറഞ്ഞു. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയാം. ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാമോ? അടിപൊളി. എങ്ങനെയുണ്ട് ബിരിയാണി പറഞ്ഞ്? സൂപ്പറാണോ? സൂപ്പർ ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 2 മണി നടക്കില്ല വീഡിയോ എടുക്കാൻ. എല്ലാവരും ഇന്ന് ബാക്കിൽ വരുന്നുണ്ട്. അടിപൊളി. കഴിച്ചു നോക്കി പറഞ്ഞു. കഴിച്ചു രണ്ടുപേരും കൂടെ അഭിപ്രായം പറയാനുണ്ട്. ഇവരുടെ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയെന്ന് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അടിപൊളി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ. ഇപ്പോൾ നമ്മൾ മൂന്നാറെ കണ്ടിട്ട് തിരിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോവാണ്. അപ്പോൾ ഈ വഴി പോയി നേരെ വിരിവാറ ചെന്ന് ചാടും. വിരിവാറ ചെന്ന് ചാടിയിട്ട് അവിടെ നിന്ന് നേരെ അടിമാലി. അപ്പോൾ ആനേനെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പോണ വഴിക്കല്ല ആനേനെ കാണുവാണെങ്കിൽ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം ഗൈസ്. ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി കുറയും. ആനേനെ എങ്ങനെ വഴിക്ക് കാണുവാണെങ്കിൽ ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റും കൊടുത്ത് നമ്മുടെ സുനീഷ് ഡ്രൈവറുണ്ട്, പുള്ളി ഇറങ്ങി പോയി കാണിച്ചു തരും. പുള്ളിക്ക് മാത്രമേ ധൈര്യമുള്ളൂ, ആനേൻ്റെ പേടിയില്ലാത്ത മനുഷ്യനാണ് ഇതിന് ഓടിക്കുന്ന ആൾ. അപ്പോൾ പുള്ളി നമ്മളെ ലേറ്റ് ഇട്ട് കാണിച്ചു തരും. അപ്പോൾ ഈ വഴികൾ പോയിക്കൊണ്ട് ഇവിടെ ചെറിയ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നപ്പോൾ റേഞ്ച് വരും. ഇവിടെ ഇങ്ങനെ മൊത്തം തേയിലത്തോട്ടമാണ് നമ്മുടെ ഗൈസ്. ഇവിടെ നിന്ന് നമ്മൾ വിരിവാറ ചെന്ന് ചാടണം വരെ. മാങ്കുളപ്പുറം വിരിവാറ ഫുൾ തേയിലത്തോട്ടം. ഇതെല്ലാം ജൂക്കാലി കാടുകൾ. ആൾക്കാർ താമസിക്കുന്ന കട്ടങ്ങളും എല്ലാം ഉണ്ട്. നല്ല ഗ്രൗണ്ടുകളും അടിപൊളി. കൊള്ളാം കണ്ടോ, അടിപൊളി. ഒക്കെ റീപ്ലാന്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പോകാൻ വഴി കണ്ടോ. മതി നല്ല അടിപൊളി സുന്ദര സ്ഥലം. ഗ്രൗണ്ടും അടിപൊളി. കൊള്ളാം, സൂപ്പർ. അത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരുമ്പോഴുള്ള ഗവൺമെൻറ് സ്കൂളാണ് കണ്ടോ. ഗവൺമെൻറ് UP സ്കൂൾ ലക്ഷ്മി. നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ ഈ വഴി. ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ആനനെ പേടിപ്പിക്കാനുള്ള ആൾ ഇതിനകത്തുണ്ട്. ഏത് ആന വന്നാലും നേരിടുന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡ്രൈവർ സാർ ഇരിക്കുന്നത്. എന്നാ പേടിക്കാൻ. നല്ല മഞ്ഞ് നല്ല തണുപ്പോയി. ഇപ്പോഴാണ് ഇപ്പോഴാണ് മൂന്നാറിൻ്റെ ശരിക്കും ഒരു ഫീല് വന്നത്, തണുപ്പൊക്കെ വന്നത്. ആണോ? അടിപൊളി സ്ഥലം. ഇരുട്ടായി പോയത് മാത്രം ഒരു അടിപൊളി. നമ്മുടെ അതെ മാങ്കുളത്ത് നിന്ന് തന്നെ ബസ്സാണ് കേട്ടോ. അതെ കാനന സഫാരി ബസ് തന്നെയാണ്. ഉല്ലാസയാത്ര ഈ വഴിയാണ് തന്നെ മാങ്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ്. അത് തന്നെ ഉല്ലസ് ചർമാച്ചനാണത്. അടിപൊളി തേയിലത്തോട്ടം. യാത്ര വണ്ടികളെ കൊണ്ട് ഒരു നിറയാണ് വണ്ടി ഈ റൂട്ട് കണ്ടോ. ഫുള്ള് വണ്ടി റിവേഴ്സ് പോട്ടെ കടന്നു പോ. ഇവിടെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ. മാങ്കുളം വഴി ആനക്കുളത്ത് തൊട്ട് മൊത്തം വഴി ഇതിലൂടെ തന്നെ. ഞാനെ എപ്പോൾ വേണമെങ്കിലും കാണാം. നോക്കിയോ ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഇട്ടിരുന്നോ. ഉല്ലാസയാത്ര കയറി വരുന്നത് ഗായ്സ്. ഈ വഴിക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടിയാണ് ഉല്ലാസയാത്ര. ഇതെല്ലാം മാങ്കുളം പോയിട്ട് തിരിച്ചു തന്നെയാണ് ഗായ്സ്. കണ്ടോ കൊള്ളാം. എറണാകുളം വണ്ടിയാണോ? എറണാകുളം ഇഷ്ടം പോലെ വണ്ടി പോലെ കണ്ടു ഗായ്സ്. അപ്പോൾ അടുത്ത KSRTC വരുന്നുണ്ട്. ഇതേ ഇപ്പം എത്രാമത്തെ കാണണമെന്ന് പറയാം. അതെ അടിപൊളി. മഞ്ഞ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റായിട്ടാ തന്നെ. ഇതേ
ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് വരുന്നത്. കണ്ടോ ആ ഒരു വ്യൂ നിങ്ങൾ നോക്കി, കിടിലം വ്യൂ, ഒന്നും പറയാനില്ല, അടിപൊളി. ആട്ടി ആനവണ്ടിയിലൊരു ആനയാത്ര. ചേട്ടാ ഒതുക്കിക്കോ. ആനവണ്ടിയിൽ ആനയാത്ര. ഇത് വെള്ള കളറാണോ അതോ പച്ചയാണോ? പച്ചയും വെള്ളയും പുതിയ കളർ. ആട്ടി സാക്ക് പോയില്ലോ അല്ലേ. ബഡ്ജറ്റ് ടൂറിസ്റ്റ്. അത് കൊള്ളാം, അടിപൊളി. ആ വന്ന വരവിനാർന്നൊരു കാശ്. പിന്നെ മന്നു ഇപ്പൊ 10ആണോ 20ആണോ അറിയാൻ പാടില്ല, വണ്ടികൾ നിറഞ്ഞു. എന്ത് വണ്ടിയാണ് ഗായ്സ്. ഓ കൊള്ളാം. ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരുമ്പോ കാണുന്ന വ്യൂ കേട്ടോ. അത് മാങ്കുളമാണല്ലേ? ഏതാ അത്? മറ്റേ വിരിവാറ കഴിഞ്ഞ് താഴ്ത്തു പോകുന്ന സ്ഥലമായിരിക്കും. ആ വഴി. അങ്ങോട്ട് പോകണം. അവിടെ വരുമ്പോൾ വലിയ കുറേ സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ട്. അതായിരിക്കും. എന്തായാലും കൊള്ളാം, നല്ലൊരു രസം. അടിപൊളി കണ്ടത്, അടിപൊളി വ്യൂ. അപ്പോൾ ഗായ്സ് നമ്മളിത് വട്ടവടയും മൂന്നാറൊക്കെ പോയിട്ട് തിരിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വന്നിരിക്കുകയാണ്. നമ്മൾ ആനനെ കാണാൻ വന്നതാണ്. ആനക്കുളം ബാക്കിൽ ആന ഇപ്പോൾ വന്നിട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ആനയെ കാണാൻ കട്ട വെയിറ്റിംഗ് ആട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം എന്തെങ്കിലും ബാക്കിലുണ്ട്. സുനീഷ് അവരെല്ലാം ബാക്കിലുണ്ട് കേട്ടോ. ഏതാനും നിമിഷങ്ങൾക്കകം ആന വരും. വന്നാർന്ന് കുറേ ആന ഉണ്ടായിരുന്നു, പോയതാണെന്ന് പറഞ്ഞത്. ഇത് അവിടെ വരും കേട്ടോ, വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എന്തേ ഇവിടെ ഉണ്ട്, വെയിറ്റിംഗിലാണ്. സുനീഷ് തൊട്ട് നമ്മുടെ കൂടെ വന്ന എല്ലാ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ആന വരുമില്ല എന്ന്. നമ്മളിവിടെ വന്നപ്പോൾ ആനയ്ക്ക് വരാൻ കുറേ കേഴമാനെ കണ്ടു. 4 കണ്ടോ അതേ അവരവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതേ. ഇനിയിപ്പോൾ ആന വരാൻ സാധ്യതയില്ലാന്ന് എനിക്ക് തോന്നണേ. കേഴനെ കണ്ട് നമ്മൾ സംതൃപ്തനായി തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അതെ കുറച്ച് മാന കണ്ടു കാശ്. ഞങ്ങളെല്ലാവരും ആനക്കുളത്ത് വന്നു. ആനയെ കാണാൻ പറ്റില്ല. 2 കേഴമാൻ. എന്നാ കേഴമാൻ. അതിനോടൊന്ന് കേഴമാനെ കണ്ടു. സമാധാനത്തോടെ ഞങ്ങൾ പോവുകയാണ്. ആന ഞങ്ങൾ പറ്റിച്ചു. ഈ പ്രാവശ്യം 2:30 വന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. 2:30 വന്നിട്ട് ആന കയറിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ കേഴമാൻ ആ മാനെ കണ്ടു സമാധാനത്തോടെ പോവുകയാണ്. ഓക്കെ ബൈ.